ഹലോ മക്കളെ, SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ എല്ലാ വർഷവും ഗ്രാമർ സെക്ഷന് ഫ്രേസൽ വേർബ്സ് ഒരു 4 മാർക്ക് ചോദ്യം വരും. ഈ 4 മാർക്ക് ഉറപ്പിച്ച് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രേസൽ വേർബ്സ് പഠിക്കുക, കുറേ ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ് ഒക്കെ പഠിച്ചിട്ടാണ് പഠിക്കുക. അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല. മാത്രമല്ല അങ്ങനെ കുറേ പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്നാണ് സത്യം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഫ്രേസൽ വേർബ്സ് ചോദ്യങ്ങളിലൂടെ പഠിക്കുക. ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫ്രേസൽ വേർബ്സ് 4 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഒരൊറ്റ വീഡിയോ ആണ് നിങ്ങൾ തപ്പുന്നതെങ്കിൽ ആ ഒറ്റ വീഡിയോ ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അതേ പറയാനുള്ളൂ. നമുക്ക് ചോദ്യങ്ങളിലൂടെ പഠിക്കാം. പരീക്ഷയിൽ ചോദ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ്സ് ഫ്രം ദ വൺസ് ഗിവൻ ബിലോ. അപ്പം കുറച്ച് ഫ്രേസൽ വേർബ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെ കൊണ്ടിടണം. ഫ്രേസൽ വേർബ്സിൻ്റെ ബേസിക് അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാം. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക. പേ ഓഫ് എന്ന് പറഞ്ഞാൽ പൈസ അടച്ച് തീർക്കുക, ഫിനിഷ് പേയിങ്. എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവസാനം എത്തിച്ചേരുക അല്ലെങ്കിൽ റിസൾട്ട് ചെയ്യപ്പെടുക. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ആയി പോവുക. ഓക്കെ, സഹകരിച്ച് പോവുക. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ് ആവുക, സർപ്രൈസ്ഡ് ആവുക. ഓക്കെ, ഇത് നമുക്ക് ഇവിടേക്ക് ഫില്ല് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓൺ ജെയിൻ തോട്ട് ജാക്ക് ആൻഡ് ജിൽ വെർ വർക്കിംഗ് ഹാർഡ് ടു ഡാഷ് വെരി വെൽ ഇൻ ദിയർ ലൈഫ്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് എന്താണ് നന്നായി പോകുന്ന രീതിയിൽ അവർ വർക്ക് ചെയ്യാമെന്നാണ് ആൺ ജെയിൻ വിചാരിച്ചത്. ഏതായിരിക്കും? പുട്ട് ടോളറേറ്റ് ചെയ്യാണോ? അല്ല. പേ ഓഫ് പൈസ അടച്ചു തീർക്കണോ? അല്ല. എൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അവസാനം എത്തിച്ചേരാം, അങ്ങനെയല്ല, അങ്ങനെ നന്നായി പോവാന്നാണ്. ഗെറ്റ് അലോങ്. ഗെറ്റ് അലോങ്. അപ്പോൾ ഇവിടെ കോപ്പറേറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ നേരെ അർത്ഥമല്ല, പക്ഷേ മേക്ക് സെൻസ്. ഗെറ്റ് അലോങ്, നന്നായിട്ട് ഗെറ്റ് അലോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് ആൺ ജെയിൻ വിചാരിച്ചത്. അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, ഗെറ്റ് അലോങ് എന്ന് എഴുതി വെക്കുക, ഒന്നും ആലോചിക്കാനില്ല. ഇനി അത് അത്ര ഉചിതമായിട്ട് അല്ലാന്ന് പിന്നീട് നമുക്ക് തോന്നുകയാണ്, പിന്നീട് മാറ്റാം. ഇവിടെ തന്നെയാണ് ആൻസർ, പക്ഷേ പരീക്ഷയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് തോന്നുകയാണ് അത് ശരിയല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് മാറ്റാൻ പറ്റും. പക്ഷേ തൽക്കാലം ആൻസർ എഴുതി വെക്കാം. ആൻസർ എഴുതുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇത് കട്ട് ചെയ്ത് കളയാം. കാരണം പിന്നെ ഗെറ്റ് അലോങ്ങിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറേ. ഓക്കെ, ബട്ട് ഷീ കുഡ് നോട്ട് ഡാഷ് ദി ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ്. ബട്ട് ഷീ കുഡ് നോട്ട് സഹിക്കാൻ പറ്റും. ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസിൻ്റെ ഐഡിയ ഞാൻ അർത്ഥം സഹിക്കാൻ പറ്റുന്നില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പുട്ട് അപ്പ് വിത്ത് കഴിഞ്ഞു. ബട്ട് ഷീ കുഡ് നോട്ട് പുട്ട് അപ്പ് വിത്ത് ആണ് അവിടെ വരേണ്ടത്. പുട്ട് അപ്പ് വിത്ത് ദി ഐഡിയ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. പുട്ട് അപ്പ് വിത്ത് വിജയില്ലേ, കളി. അടുത്ത നെക്സ്റ്റ്. ഷീ ഗേവ് ദം എ ചെക്ക് ആൻഡ് ആസ്ക് ദം ടു ഡാഷ് വൺ ഓഫ് ദെയർ ബിൽസ്. ഒരു ബില്ലെങ്കിലും അടച്ച് തീർക്ക്, പൈസ അടച്ച് തീർക്ക്. എന്തായിരിക്കും? പുട്ട് അപ്പ് വിത്ത് കഴിഞ്ഞു. പേ ഓഫ്, പൈസ അടച്ച് തീർക്ക്, ഫിനിഷ് പേയിങ് അല്ലേ. പേ ഓഫിൻ്റെ കാര്യം തീരുമാനമായി. ഇനി ആകെയുള്ള എന്താണ്? എൻ്റെ അപ്പം ഉണ്ട്, ടേക്കൺ എ ബാക്ക് ഉണ്ട്. എൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അവസാനം റിസൾട്ട് ചെയ്യുക, ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ് ആവുക, സർപ്രൈസ്ഡ് ആവുക. ഓക്കെ, ഏതാണ് വരിക? ഷീ റിമൈൻഡഡ് ദം ദാറ്റ് ഇഫ് ദേ ഡിഡ്ന്റ് പേ ദെയർ ബിൽസ് ദേ വുഡ് ഡാഷ് ഇൻ ദ സ്ട്രീറ്റ്സ്. അവർ സ്ട്രീറ്റ്സിൽ എത്തിപ്പെടും. എന്താണ്? ടേക്കൺ എ ബാക്ക്, ഷോക്ക്ഡ് ആവുന്നതാണോ? അല്ല, അവിടെ എത്തിച്ചേരും. ദേ വുഡ് എൻഡ് അപ്പ് ഇൻ ദ സ്ട്രീറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അപ്പം തീർന്നു. നമ്മൾ ഇവനെ മാത്രം ഉപയോഗിച്ചില്ല, ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ഫ്രേസൽ വേർബ്സ് ഇനി പരീക്ഷയിൽ ഓപ്ഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ ഇത്രയും മാത്രം പോരാ, ഇനിയും നമുക്ക് വേണം. കാരണം കുറേ ഫ്രേസൽ വേർബ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിലേത് ഫ്രേസൽ വേർബ്സും നിങ്ങളുടെ പരീക്ഷയിൽ വരാം. അപ്പോൾ മാക്സിമം ഫ്രേസൽ വേർബ്സിലെ ചോദ്യങ്ങൾ വെച്ച് ചെയ്യുകയാണെന്നാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, വെറുതെ തിയറി പഠിക്കാല്ല, ചോദ്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. കുറേ ഫ്രേസൽ വേർബ്സും ഇങ്ങനെ തന്നെയാണ് പരീക്ഷയിൽ ചോദ്യം വരിക. പക്ഷേ ഇവരുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, ടേൺ അവേ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക, ടേൺ അവേ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യാം കേട്ടോ. ഷീ ടേൺ ഡൗൺ മൈ പ്രൊപ്പോസൽ. എൻ്റെ പ്രൊപ്പോസൽ അവൾ റിജക്ട് ചെയ്തു. കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ എൻകൗണ്ടർ. ഐ കെയിം അക്രോസ് ദാറ്റ് പേഴ്സൺ. ഞാൻ അയാളെ കണ്ടുമുട്ടി, എൻകൗണ്ടർ ചെയ്തു. വെൻ ത്രൂ എന്ന് പറഞ്ഞാൽ എൻഡ്യൂർ ചെയ്യാം. ഓക്കെ, ഹി വെൻ ത്രൂ എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ്. അപ്പോൾ ഞാൻ കുറേ ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയ ഒരാളാണ്. അത് മാത്രമല്ല വേറൊരു അർത്ഥം കൂടി ഇതിനുണ്ട്. വെൻ ത്രൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഗോ ത്രൂ, അല്ലെ വെൻ ത്രൂ, ഹി വെൻ ത്രൂ മൈ ക്വസ്റ്റ്യൻ പേപ്പർ, ദ ടീച്ചർ വെൻ ത്രൂ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എന്താ? ലുക്ക് എറ്റ് എന്നും കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, ദറ്റ് മൈ ടീച്ചർ വെൻ ത്രൂ മൈ ക്വസ്റ്റ്യൻ പേപ്പർ, അല്ല ആൻസർ പേപ്പർ. ഓക്കെ, അതിൻ്റെ പേപ്പർ നോക്കി. അപ്പോൾ രണ്ടർത്ഥം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്. എനിക്ക് ഒരാളോട് പറയുകയാണെങ്കിൽ ഐ പുട്ട് അക്രോസ് മൈ ഐഡിയ, ഐ കമ്മ്യൂണിക്കേറ്റഡ് മൈ ഐഡിയ. ലാസ്റ്റ് പുട്ട് അപ്പ് വിത്ത് എന്നാൽ ഓൾറെഡി പഠിച്ചു. ഓക്കെ, റെഡി ആണല്ലോ? ഇനി പറ, ഞാൻ ആൻസർ പറ. ഇപ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തം കിട്ടുമോ എന്ന് നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നതിനേക്കാളും. എന്നിട്ട് ഞാൻ പറയുന്നതായിട്ട് മാച്ച് ആവുന്നുണ്ട് നോക്കിയാൽ മതി. വൈൽ ഡോക്ടർ ക്രോണിൻ വാസ് വാക്കിംഗ് ഓൺ ദി ഡെക്ക് ഹി ഡാഷ് എ യങ് മാൻ. ഒരു യങ് മാനെ കണ്ടുമുട്ടി. കെയിം അക്രോസ്. അപ്പം ഇനി ഞാൻ ഓപ്ഷൻ മാത്രം എഴുതാം, ഫുൾ എഴുതുന്നില്ല. കെയിം അക്രോസിൻ്റെ കാര്യം തീരുമാനമായി, അതിൻ്റെ കാര്യം മറക്കുക, അതിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദ മാൻ വാണ്ടഡ് ടു ഡാഷ് സംതിങ് ടു ക്രോണിൻ. ക്രോണിനോട് എന്തോ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചാപ്റ്റർ അറിയുന്നത് കുറച്ചുകൂടി മനസ്സിലാവും, കോൺടെക്സ്റ്റ് എന്താണെന്ന്. ഓക്കെ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചാപ്റ്റർ. കോൺടെക്സ്റ്റ് അറിയുന്നവർക്ക് പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തോ പറയാനുണ്ടായിരുന്നു പറഞ്ഞാൽ എന്താണ് മക്കളെ?
പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹി മാൻ വാണ്ടഡ് ടു ഡാഷ് സംതിങ് ടു ക്രോണിൻ. എന്താണ് പുട്ട് അക്രോസ് സംതിങ് ടു ക്രോണിൻ. ഓക്കെ, പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ എന്തോ സാധനം ഇട്ട് കൊടുക്കുന്നല്ല, ചിക്കൻ കാൽ ഇട്ട് കൊടുക്കുന്നല്ല, സംസാരിക്കാനുണ്ടായിരുന്നു, ഒരു ആശയം പങ്കിടാനുണ്ടായിരുന്നു. യൂഷ്വലി ദ ഡോക്ടർ ഡസൻ ഡാഷ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്, ടേൺ അവേ വെൻ ത്രൂ പുട്ട് അപ്പ് വിത്ത്. അപ്പോൾ യൂഷ്വലി എന്താണ് ഈ ഷിപ്പ് കാണുന്ന ആൾക്കാരായിട്ട് എന്താണ് സംസാരിക്കാറില്ലായിരുന്നു എന്നാണ്, അതേ സഹിക്കാറില്ലായിരുന്നു എന്ന് വേണം അവിടെ പറയാം അല്ലേ. ഇവിടെ വേറെ ഒന്നുമില്ല, സംസാരിക്കാറില്ല എന്ന് കൊടുത്തില്ല. അപ്പോൾ ടോളറേറ്റ് ചെയ്യാറില്ല ഇങ്ങനത്തെ ആൾക്കാരെ. ഓക്കെ, സി ആണ് പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് നേരത്തെ ഉപയോഗിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. ഓക്കെ, ഡസൻ ടോളറേറ്റ് അഥവാ പുട്ട് അപ്പ് വിത്ത് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. സോ ഹി ഡെലിബറേറ്റ്ലി ഡാഷ് ഫ്രം ദി യങ് മാൻ. ഡെലിബറേറ്റ്ലി വെൻ ത്രൂ എന്ന് പറഞ്ഞാൽ സഹിച്ചു എന്നാണോ, സഹിച്ചു എന്നാവാം, അല്ലെങ്കിൽ ലുക്ക് അറ്റ് എന്നാവാം, അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി ഡാഷ് ഫ്രം ദി യങ് മാൻ. പിന്നെ എന്താണുള്ളത്, ടേൺ അവേ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിരിഞ്ഞ് നടന്നു പോവുക. ഏതായിരിക്കും ടേൺ അവേ അല്ലേ. സാധാരണ എന്താണ് ഇയാളുടെ അങ്ങനെ ആൾക്കാരോട് സംസാരിക്കാറില്ല, അതുകൊണ്ട് ഈ യങ് മാൻ എടുത്തുനിന്നാണ് നല്ല പതുങ്ങിയിരുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് മക്കളെ, ടേൺ അവേ എന്നാണ് വരിക. ഇത്രയേ ഉള്ളൂ സമയം, ടേൺ അവേ ഫ്രം ദി യങ് മാൻ. അപ്പം ഇവിടെ ചാപ്റ്റർ വായിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചാപ്റ്റർ വായിച്ചാലും മതി പരീക്ഷയ്ക്ക് മുമ്പ്. ഓക്കെ, സമയമുണ്ടെങ്കിൽ റെഡി, ഇല്ലെങ്കിൽ പഠിക്കും, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കും. നെക്സ്റ്റ്, അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം ചെയ്യുന്നതിനാണ് പോയിന്റ് കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത് പിടിച്ചേ, സെറ്റപ്പ്, കോൾ ഡൗൺ, ടേക്കൺ എ ബാക്ക്, ടേക്ക് പാർട്ട്. പറ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കുക, നമ്മൾ പറയില്ലേ കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്തു, അതുപോലെ തന്നെ. കോൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചു എന്നല്ല, വിസിറ്റ് ചെയ്യുക. ഐ കോൾഡ് ഓൺ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദറിനെ വിളിച്ചു തന്നെ ഞാൻ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്തു എന്നാണ്. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സർപ്രൈസ് അഥവാ ഷോക്ക്ഡ് ആവുക. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പങ്കിടുക. ഐ ടുക്ക് പാർട്ട് ഇൻ ദി സിംഗിങ് കോമ്പറ്റീഷൻ, ഞാൻ അതിൽ പങ്കെടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ. പറ, ദ ബോയ് വിസിറ്റഡ് ഹിസ് ഗ്രാൻഡ് പാ. വിസിറ്റഡ് എന്താണ് മക്കളെ, കോൾഡ് ഓൺ. നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചു എന്നല്ല, വിസിറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ, അത് അറിഞ്ഞിരിക്കണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം വിസിറ്റിന് പകരം കോൾഡ് ഓൺ. അപ്പോൾ ഇവിടെ കോൾഡ് ഓൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് തീരുമാനമായി. അടുത്ത പോട്ടെ. ഹി ബിൽഡ് എ വുഡൻ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബാനിയൻ ട്രീ. അവിടെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു, എന്ത്, മറ്റേ വുഡൻ പ്ലാറ്റ്ഫോം. സെറ്റപ്പ് മേക്ക് സെൻസ്. ടേക്കൺ എ ബാക്ക് പറ്റില്ല, ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ഒന്നല്ല ചെയ്ത്. ഹി ബിൽഡ്, അവൻ അത് ഉണ്ടാക്കിയെടുത്തു, സെറ്റപ്പ് ചെയ്തു അല്ലേ. ഒന്നും ആലോചിക്കാനില്ല, ഇത് സെറ്റപ്പ്. ഹി സെറ്റപ്പ്, അപ്പോൾ അതും തീരുമാനമായി. വുഡൻ പ്ലാറ്റ്ഫോം ബ്ലാ 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 ബ്ലാ. സിറ്റിംഗ് ദെയർ ഹി കുഡ് പാർട്ടിസിപ്പേറ്റ്. ടേക്ക് പാർട്ട്, എന്താ ഇപ്പോൾ ഇത്ര ആലോചിക്കാനുള്ളത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റിന് പകരം ടേക്ക് പാർട്ടാണ് വരേണ്ടത്. കഴിഞ്ഞു, തീരുമാനമായി. നെക്സ്റ്റ് ലാസ്റ്റ് എന്താണ്, ആക്ടിവിറ്റീസ് ഇൻ ആൻഡ് അറൗണ്ട്. ഹി വാസ് ഓൾവേസ് സർപ്രൈസ് അഥവാ ഷോക്ക്ഡ് അല്ലേ. ഇവിടെ ഷോക്ക്ഡ് അല്ല, ഇവിടെ സർപ്രൈസ് ആണ്. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ് സർപ്രൈസ് അല്ലേ. ടേക്കൺ എ ബാക്ക് ഒന്നും ആലോചിക്കാനല്ല, ഇവിടെ ടേക്കൺ എ ബാക്ക് ആണ്. കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഇപ്പോൾ ഒരു മെല്ലെ ഒരു ഹാങ് കിട്ടുന്നില്ലേ. കിട്ടും ചോദ്യങ്ങൾ ചെയ്യുക. ഒരു 2-3 ചോദ്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പറ, ദ സ്നേക്ക് വേമ പറ. ഗേവ് ഇൻ എന്ന് പറഞ്ഞാൽ ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഐ ഗേവ് ഇൻ ടു ദ ബാറ്റിൽ, അല്ലെങ്കിൽ ഗേവ് ഇൻ ടു ഹിം ഇൻ ദ ബാറ്റിൽ. ഞാൻ എൻ്റെ തോൽവി സമ്മതിച്ചു. ഓക്കെ, ഗേവ് ഇന് പകരം വേറൊരാളും കൂടി നമുക്ക് ഉപയോഗിക്കാം, ഗിവ് അപ്പ് എന്ന് പറഞ്ഞാലും വിട്ടുകൊടുക്കുക എന്നാണ്. ഗിവ് അപ്പ് എന്നും ഗേവ് ഇൻ ഒക്കെ സെയിം ആണ് ഓൾമോസ്റ്റ്. ഓക്കെ, വെൻറ്റ് അറ്റ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, വെൻറ്റ് അറ്റ് അറ്റാക്ക് ചെയ്യുക, അല്ലെ ഗോ ഫോർ ഒക്കെ അറ്റാക്ക് ചെയ്യുക എന്നാണ്. കെയിം ഔട്ട് എന്ന് പറഞ്ഞാൽ എമേർജ് ചെയ്യുക. ഹി കെയിം ഔട്ട് ഫ്രം ദി ബുഷസ്, ദി സ്നേക്ക് കെയിം ഔട്ട് ഫ്രം ദി ബുഷസ്, എമേർജ് ചെയ്തു. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. ഹി ടേൺഡ് അപ്പ് ഫോർ ദി ഈവൻ, അവിടെ എത്തിച്ചേരുന്നു, അപ്പിയർ ചെയ്തു അല്ലെങ്കിൽ റീച്ച് ചെയ്തു. ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻസിലൂടെ കൂടുതൽ മനസ്സിലാവും. ദ സ്നേക്ക് എമേർജ് ഫ്രം ദി കാക്ടസ്. ഏതായിരിക്കും അക്സെപ്റ്റ് ഡിഫീറ്റ് ആണോ, അല്ല, എമേർജ് ചെയ്യുക. ഓക്കെ, വെൻറ്റ് അറ്റാക്ക് ചെയ്യുക, അതല്ല. കെയിം ഔട്ട്, എമേർജ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ദി സ്നേക്ക് കെയിം ഔട്ട് ഫ്രം ദി കാക്ടസ്. ദി മംഗൂസ് അറ്റാക്ക് ദി സ്നേക്ക് വിഗറസ്ലി. മംഗൂസ് വെൻറ്റ് അറ്റ് ദി സ്നേക്ക്, അത്രേ ഉള്ളൂ. വെൻറ്റ് അറ്റ്. ഓക്കെ, അല്ലെ വെൻറ്റ് ഫോർ എന്ന് പറഞ്ഞാൽ സെയിം ആട്ടോ. അപ്പം വെൻറ്റ് അറ്റ് ആയിക്കോട്ടെ, വെൻറ്റ് ഫോർ എന്നായിക്കോട്ടെ. വെൻറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതിൻ്റെ പ്രസന്റ് ടെൻസ് പഠിച്ചു കേട്ടോ. ഓക്കെ, ഗോ അറ്റ് ആയിക്കോട്ടെ, ഗോ ഫോർ ഒക്കെ അറ്റാക്ക് ചെയ്തു എന്നാണ് കേട്ടോ. അതൊക്കെ അറ്റാക്ക് ചെയ്തു എന്നാണ്, അല്ലെ ചേസ് ചെയ്തു എന്നാണ്. ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വേറെ രീതിയിലൊക്കെ വരാം. ഓക്കെ, ദ മൈന ആൻഡ് ദി ക്രോ അറൈവ്ഡ് ഓൺ ദി സ്പോട്ട് ആൻഡ് വാഷ് ദ ഫൈറ്റ് ഫ്രം എ ഡിസ്റ്റൻസ്. അറൈവ്, അവിടെ എത്തിച്ചേർന്നു, അവിടെ എത്തിച്ചേരുക. ടേൺഡ് അപ്പ്, ദേ ടേൺഡ് അപ്പ്. അപ്പോൾ അത് ഉപയോഗിച്ചിരുന്നു. ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തതാണേ. കെയിം ഔട്ട് ഉപയോഗിച്ചു, വെൻറ്റ് ടു, പിന്നെ ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ, ഗേവിൻ. അതാണ് എളുപ്പം കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. ഓക്കെ, 5 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഈസിയാണ്, കാരണം വീണ്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹി ദ ഫൈറ്റ് ഫ്രം ദി ഡിസ്റ്റൻസ് അറ്റ് ലാസ്റ്റ് ദി സ്നേക്ക് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഗേവിൻ, വിട്ടുകൊടുത്തു. ഓക്കെ, റെഡി, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഗിവ് അപ്പും ഗേവിനും ഒക്കെ സെയിം അർത്ഥമാണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഗേവിൻ.
റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ മക്കളെ? ബാ 1-2 ചോദ്യം കൂടി ചെയ്തേ, വേഗം ചെയ്തേ. കംപ്ലീറ്റ് ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, വേഗം നോക്കിയാൽ ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എൻഡ്യൂർ ചെയ്യുക, സഹിക്കുക. ഹി വെൻ ത്രൂ അല്ലെങ്കിൽ ഹീസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ്. മാത്രമല്ല വായിക്കുക, ലുക്ക് അറ്റ് അല്ലേ, ദ ടീച്ചർ ഈസ് വെൻ ത്രൂ മൈ പേപ്പർ. ഓക്കെ, അതുകൊണ്ട് കേട്ടോ. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് ഐ വാസ് സേയിങ്. അയാൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലായിരുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നോക്കി കമ്മ്യൂണിക്കേറ്റ്. ഇനി വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് റിപ്പീറ്റേഷൻസ് വരുന്നുണ്ടല്ലേ, ഇത് പരീക്ഷയിൽ തന്നെയാണ് വരിക. എല്ലാ വർഷവും പുതിയ ഫ്രേസൽ വേർബ്സ് അല്ലല്ലോ ചോദ്യം വരിക. എല്ലാ വർഷവും 4 ഫ്രേസൽ വേർബ്സ് ഇതുപോലത്തെ ഫിൽ ഇൻ ബ്ലാങ്ക്സ് ഉണ്ടെങ്കിൽ അതിൽ 3 ഓൾറെഡി ചോയ്സ് തന്നെ ആയിരിക്കും. 1 മാത്രമേ ഉണ്ടാവുള്ളൂ എക്സ്ട്രാ. പക്ഷേ ആ 3 കിട്ടിയാലും 4 കിട്ടില്ലേ? മനസ്സിലായില്ല? അത്രേ ഉള്ളൂ സംഭവം. വാൻഗാർഡ് ട്രൈഡ് ഹിസ് ലെവൽ ബെസ്റ്റ് ടു ഡാഷ് ദി ടോർച്ചർ. സഹിക്കൽ ദി ടോർച്ചർ. ഏതാണ് സഹിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ? പുട്ട് അപ്പ് വിത്ത് അല്ലേ? അപ്പോൾ എഴുതി വെക്കൂടെ, പുട്ട് അപ്പ് വിത്ത് ദ ടോർച്ചർ. കട്ട് ചെയ്ത് കളാം. നെക്സ്റ്റ് പറയാം. ബട്ട് ഇറ്റ് വാസ് അൺബെയറബിൾ. ഹി ട്രൈ ടു ഡാഷ് ദിസ് ടു അതർ അപ്രന്റീസ്. ബാക്കിയോട് പറയാൻ നോക്കിയെന്നായിരിക്കും അല്ലേ? എന്താണ് പറയാൻ നോക്കി? ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ ഒന്നേ സഹിക്കുക, അല്ലെങ്കിൽ എന്താണ് ഗോ ത്രൂ വായിക്കുക. ഓക്കെ, റെഡി. നെക്സ്റ്റ് മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് അല്ലോ, പറഞ്ഞു കൊടുത്തു എന്നല്ലേ. പുട്ട് അക്രോസ്, യെസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. വാങ്ക ട്രൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, പുട്ട് അക്രോസ് ദിസ് ടു അതർ അപ്രന്റീസസ്. ഓക്കെ, ബട്ട് ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം. ദെൻ ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ഹോപ്പിംഗ് ഹി വുഡ് റീഡ് ദ ലെറ്റർ അല്ലെ, ഗോ ത്രൂ ദ ലെറ്റർ അല്ലേ. ഗോ ത്രൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ ലെറ്റർ അല്ലെ, റീഡ് ദ ലെറ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ, ഗോ ത്രൂ. അപ്പോൾ ഇവിടെ എൻഡ്യൂർ അഥവാ സഹിക്കുക എന്നുള്ള മീനിങ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഗോ ത്രൂ ദ ലെറ്റർ അത് കട്ടി തളഞ്ഞേ. പുട്ട് അക്രോസ് കഴിഞ്ഞ് ഗോ ത്രൂ. പിന്നെ അടുത്ത ലാസ്റ്റ് മേക്ക് ഔട്ട് എന്നുള്ളൂ. ആൻഡ് മേക്ക് ഔട്ട് ദി ട്രബിൾസ് വാൻക വാസ് ഫേസിങ് അല്ലേ. അണ്ടർസ്റ്റാൻഡ് ദ ട്രബിൾസ്, മേക്ക് ഔട്ട് ദി ട്രബിൾസ്. ഇത്രയേ ഉള്ളൂ സംഗതി. ക്ലിയർ ആണല്ലോ മക്കളെ? പിടിച്ചോ? അടുത്ത ചോദ്യം പിടിച്ചോ. ഒരെണ്ണം കൂടി ചെയ്യാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരും. അതും കൂടി നിങ്ങൾ ചെയ്താൽ സെറ്റ്. ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഹോംവർക്ക് ഇല്ലേ? അതാ, എന്നാൽ ഇതന്നെ ഹോംവർക്ക് ആയിട്ട് പിടിച്ചോ. ഓക്കെ, ഇതന്നെ ഹോംവർക്ക് ആയിട്ട് പിടിച്ചോ. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിന് ആൻസർ ഇടുക. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ടെൻസ് ചേഞ്ച് ചെയ്യണം. അപ്പം വല്ലപ്പോഴും ഒരു വർഷം പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസും കൂടി ആക്കി നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ അർത്ഥം എന്താ നോക്ക്. ഫോർ എക്സാമ്പിൾ, എ ലോട്ട് ഓഫ് പീപ്പിൾ എന്നാണ്. ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം. എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഏതാണ് മക്കളെ? ഇതിൽ ടേൺ അപ്പ് അല്ലേ. പക്ഷേ ഇവിടെ ടേൺ അപ്പ് എന്നാണോ ഉപയോഗിക്കേണ്ടത്, ടേൺഡ് അപ്പ് എന്നാണോ? പാസ്റ്റ് ടെൻസ് ആക്കണോ? ലോട്ട് ഓഫ് പീപ്പിൾ ടേൺ അപ്പ് എന്നാണോ, ടേൺഡ് അപ്പ് എന്നാണോ? പാസ്റ്റ് ടെൻസ് ആക്കണം. പാസ്റ്റ് ടെൻസ് ആക്കണമെങ്കിൽ അത് ആക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആക്കിയില്ലെങ്കിലും മാർക്ക് ചില ടീച്ചേഴ്സ് തരും. പക്ഷേ ആക്കുകയാണ് എപ്പോഴും നല്ലത്, ആക്കേണ്ടി വന്നാൽ. ഓക്കെ, ലോട്ട് ഓഫ് പീപ്പിൾ ടേൺഡ് അപ്പ് ടു വാച്ച് ദ ഷൂട്ടിംഗ് ഓഫ് ദ ഫിലിം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതും കൂടെ, ഇത് 1, ഇത് 2, ഇത് 3. ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണ്. ഫ്രേസൽ വേർബ്സിൻ്റെ കാര്യം അത്യാവശ്യം സോർട്ടഡ് ആണ്. ഓക്കെ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് നമ്മൾ കവർ ചെയ്തുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് തന്നെയാണ് പരീക്ഷയിൽ മിക്ക വർഷങ്ങളും ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ ഫ്രേസൽ വേർബ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതിലൊരു തെറ്റുമില്ല, വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും ചോദ്യങ്ങൾ സെറ്റാക്കിയിട്ട് വേണം പരീക്ഷ ഹാളിലേക്ക് പോകാൻ. ഇത്രയും ചോദ്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ കോൺഫിഡൻസോടെ പോയിക്കോളൂ. പിന്നെ മക്കളെ അറിയാലോ, നമ്മുടെ +1 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1000 സ്റ്റുഡൻസിനാണ് നമ്മൾ ബുക്കും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്കും എക്സാമിനറിന് കൂടെ നെക്സ്റ്റ് ഇയർ പഠിക്കണം. +1 അടിച്ച് പൊളിച്ച് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, ലൈവ് ക്ലാസ്സിലൂടെ ഡെയിലി നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല മാർക്കുകൾ +1 നേടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ 18 സ്റ്റേറ്റ് ടോപ്പേഴ്സാണ് കഴിഞ്ഞ വർഷം നമ്മുടെ +1 അഗ്നി ബാച്ച് വന്നത്. ഫുൾ മാർക്ക് +1 520 വാങ്ങിച്ചത്. അപ്പോൾ അവരെ പോലെയൊക്കെ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ റെഡി ആയിക്കോളൂ. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അടിച്ച് പിടിച്ച് പഠിക്കാൻ നമുക്ക് നെക്സ്റ്റ് ഇയർ. ഓക്കെ, റെഡി? അപ്പോൾ ഇംഗ്ലീഷ് എക്സാം നിങ്ങൾ തകർക്കുന്നു വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിൽ എല്ലാവരും ആൻസർ ഇടുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ബൈ, ടേക്ക് കെയർ മക്കളെ. നമുക്കിനിയും കാണാം.